രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരയോടൊപ്പം നിൽക്കുക അസാധ്യമാണ്. കാരണം ഒരാൾ അതിക്രമത്തിനിരയായാൽ അത് പരാതിയായി കൊടുക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. അതൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല. പരാതി കൊടുക്കാൻ താല്പര്യമില്ല, തെളിവുകളില്ല എന്നൊക്കെ മീഡിയയിൽ പറയുമ്പോൾ മറ്റൊരാൾ ഇവിടെ അപമാനിക്കപ്പെടുകയാണ്. ഒരു തെളിവുമില്ലാതെ എങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്താൻ കഴിയും? ഇപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ സംശയം കൊണ്ടുവരുന്നത് തന്നെയാണ്. മാത്രമല്ല, രാഹുൽ എന്ന വ്യക്തിത്വത്തെ അപമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് കളങ്കപ്പെടുത്തുകയും വഴി തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത്. ഒരാളെ വ്യക്തിഹത്യ ചെയ്യാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് വേണ്ട നടപടിക്രമങ്ങളോടെ കേസാക്കി തെളിവുകൾ ഹാജരാക്കുന്നതിന് പകരം വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വ്യക്തി, അവരുടെ കുടുംബം, ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന മാനഹാനി അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മാധ്യമ വിചാരണ തന്നെയാണ്. ഏതെങ്കിലും ഒരു ന്യൂസ് ഒരു മാധ്യമം കൊടുക്കുമ്പോൾ ആരോപിക്കപ്പെടുന്ന വ്യക്തി എന്ന് മാത്രമേ പറയാൻ കഴിയൂ. എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഒരാളെ പ്രതിയാക്കാൻ കഴിയുക? ഇനി തെളിവുകൾ സഹിതം മാധ്യമങ്ങൾ കൊടുത്താലും കോടതിയാണ് ഒരാൾ കുറ്റം ചെയ്ത പ്രതിയാണെന്ന് അടിവരയിട്ട് പറയേണ്ടത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ശാപം തന്നെ ഇങ്ങനെയുള്ള മാധ്യമ വേട്ടകൾ തന്നെയാണ്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ എത്രയോ വ്യക്തികളുടെ ജീവിതം അവർ ഇല്ലാതെയാക്കുന്നു. ഉറ്റവർ മരിച്ചു കിടക്കുമ്പോൾ പോലും മൈക്കുമായി അവരുടെ മുറിയിൽ കയറി ബൈറ്റ് എടുക്കുന്നത് എന്തൊരു മനുഷ്യാവകാശ ലംഘനമാണ്. മാധ്യമ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യവും മനുഷ്യാവകാശ നിയമങ്ങൾ നൽകുന്നു. അല്ല, മാധ്യമ സ്വാതന്ത്ര്യത്തെക്കാൾ ഒരു പടി മുകളിൽ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക.